പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായിലേറെ പ്രിയപ്പെട്ടവരെ, പാപം എന്തെന്ന് കേൾക്കുന്നൊരു വ്യക്തി, പാപം എന്തെന്ന് അറിയാവുന്നൊരു വ്യക്തി, ആ വ്യക്തി പാപം ചെയ്യുമ്പോൾ അറിയാവുന്ന, തിരിച്ചറിവുള്ള, ബോധ്യമുള്ള പാപം ചെയ്താൽ അതിന് കൂടുതൽ ഉത്തരവാദിത്വം ആ വ്യക്തിക്കുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പാപം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, കൃപ എന്താണെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, ന്യായവിധി എന്താണെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാപം എന്താണെന്ന് ഇപ്പം അറിയാം. അതുകൊണ്ട് ഇനി ആ പാപത്തിലേക്ക് ചെന്ന് വീണാൽ നിങ്ങൾക്ക് അതിന് ഒഴികഴിവില്ല. അറിയാതെ പാപത്തിൽ വീഴുന്നതും അറിഞ്ഞ് പാപത്തിൽ വീഴുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, എനിക്ക് ബോധ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പാപത്തിൽ വീഴുന്നത് പോലെയല്ല, എനിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ള ഞാൻ പാപത്തിൽ വീഴുന്നതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും, ക്രൈസ്തവരായ നമുക്കെല്ലാവർക്കും പല പ്രബോധനങ്ങളിലൂടെ പാപം എന്താണെന്നും അത് ചെയ്യരുതെന്നും അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവ് നമുക്കുണ്ട്. എന്നിട്ടും പാപത്തിലേക്ക് വീണാൽ അതിൻ്റെ ഉത്തരവാദിത്വം വലുതായിരിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, പാപത്തോട് നോ പറയുവാനുള്ള കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക